ഒരു സിനിമ ആയിക്കൊള്ളട്ടെ, സീരീസ് ആയിക്കൊള്ളട്ടെ, അതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ് അല്ലേ? ഒരു സിനിമയെ സംബന്ധിച്ച് അതിലെ മ്യൂസിക് ഒരു സിനിമയെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ പ്രപഞ്ചത്തിനും ഉണ്ടെങ്കിലോ? ശാസ്ത്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടങ്ങളിൽ എല്ലാം ഇപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് പ്രധാന വിഷയം. അതെ, 15 വർഷത്തെ നീണ്ട പഠനത്തിനൊടുവിൽ പ്രപഞ്ചത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടിരിക്കുന്നു. ഈ ഗവേഷണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ നിരവധിയുണ്ട്. അവരിൽ നിരവധി മലയാളികളുമുണ്ട്. അതിൽ ഒരാൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൽ പ്രൊഫസറായ മലയാളി ഡോക്ടർ എം ഗോപകുമാറാണ്. ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ അമേരിക്ക, ചൈന, യൂറോപ്പ്, ഇന്ത്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് ശാസ്ത്രജ്ഞരുടെ വർഷങ്ങളായ പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഗ്രാവിറ്റേഷണൽ വേവ്സിനെ പറ്റി കുറച്ചു കാലമായി നമുക്കറിയാം. 1916 ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇത് ആദ്യമായി പ്രവചിച്ചത്. 2015 ലേസർ ഇന്റർഫിറോമീറ്റർ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവേറ്ററി അഥവാ ലിഗോ ആണ് ആദ്യമായി ഇത് കണ്ടെത്തിയത്. ബഹിരാകാശത്ത് മാസുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന മൂലമുണ്ടാകുന്ന ഫിസിക്കൽ വേവ്സിനാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഡാർക്ക് മാറ്ററും ബ്ലാക്ക് ഹോളും ഒക്കെ പോലെ ഉണ്ടെന്നറിയാമെങ്കിലും പരമ്പരാഗത മാർഗങ്ങളിൽ പരിശോധിക്കാനാവാതെ നിലനിൽക്കുകയായിരുന്നു ഇവ. ശാസ്ത്രജ്ഞരുടെ സംയുക്ത ഗവേഷണങ്ങളിലാണ് ഈ വേവ് ലെങ്ത് കൂടിയതും എന്നാൽ ഫ്രീക്വൻസി കുറഞ്ഞതുമായ ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കണ്ടെത്താനായത്. അങ്ങനെ പ്രപഞ്ചത്തിന്റെ ഹമ്മിങ് എന്ന് പറയപ്പെടുന്ന ശബ്ദത്തിന് പിന്നിലെ പാട്ടുകാരനെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രാവിറ്റേഷണൽ വേവ്സ് 2 സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾസിന്റെ മേർജിങ്ങിലൂടെയാണ് ഉണ്ടായത്. യുഎസിലും വിദേശത്തുമുള്ള 50ലധികം സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗവേഷകരുടെ ഒരു കൂട്ടായ്മയായ നോർത്ത് അമേരിക്കൻ നാനോ ഹെർട്സ് ഒബ്സർവേറ്ററി ഫോർ ഗ്രാവിറ്റേഷണൽ വേവ്സ് അഥവാ നാനോഗ്രാവ് എന്ന വലിയ കൂട്ടായ്മയുടെ നീണ്ട നാളത്തെ റിസർച്ചിന്റെ ഫലമാണ് കണ്ടത്. പൾസറുകൾ എന്നറിയപ്പെടുന്ന കത്തിയ നക്ഷത്രങ്ങളുടെ വിശകലനം സംഘം നടത്തി. അത് സെക്കൻഡിൽ 100 കണക്കിന് തവണ കറങ്ങുകയും വളരെ കൃത്യമായ കോസ്മിക് ക്ലോക്കുകളിൽ നിന്നുള്ള ടിക്കുകൾ പോലെ റേഡിയോ പൾസുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. 15 വർഷം റേഡിയോ ടെലിസ്കോപ്പ് ഡാറ്റയിലെ 60ലധികം പൾസറുകളുടെ നിരീക്ഷണങ്ങൾ കമ്പയർ ചെയ്ത് അത്തരം പൾസറുകളുടെ ടിക്കിംഗ് നിരക്കിൽ കാണപ്പെടുന്ന വേരിയേഷൻസ് സംഘം കണ്ടെത്തി. ലോ ഫ്രീക്വൻസി ഗ്രാവിറ്റേഷണൽ വേവ്സ് മൂലമാണ് ഈ വേരിയേഷൻ സംഭവിക്കുന്നതെന്ന് അവർ വിശകലനം ചെയ്തു. എന്തായാലും പ്രപഞ്ചത്തിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വഴി നിരവധി ഉൾക്കാഴ്ചകളാണ് നമ്മുടെ ശാസ്ത്ര സംഘത്തിന് പ്രപഞ്ചത്തെപ്പറ്റി ലഭിച്ചത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.